നമുക്കൊരു മുഗളായി ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ആദ്യം തന്നെ ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കണം. 4 എണ്ണം എടുത്തിട്ടുണ്ട്. അടുത്ത 1 കിലോ ചിക്കൻ ആണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നോർമൽ ഗരം മസാലപ്പൊടി, MDHന്റെ ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 കപ്പ് തൈര്, ഈ പൊരിച്ചു വെച്ചിരിക്കുന്ന ഒണിയന്റെ പകുതി, മല്ലിയില, പുതിനയില, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മാരിനേറ്റ് ഒരു 3-4 മണിക്കൂറത്തേക്ക് വെച്ചേക്കണം കേട്ടോ. ഓണിയൻ ഫ്രൈ ചെയ്ത സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് ഈ മസാലയും ഒരു 3 ടൊമാറ്റോ അരച്ചതും കൂടി ചേർത്ത് നമുക്കത് കുക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഈ സമയത്ത് റൈസ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. റൈസ് ഒരു 1/2 മണിക്കൂർ കുതിർത്തിയതാണ്. നല്ല ലോങ് ഗ്രെയിൻ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. കുക്ക് ചെയ്ത ചിക്കനിലേക്ക് ബാക്കിയുള്ള ഫ്രൈ ചെയ്ത ഓണിയനും കാഷ്നട്ടും കിസ്മിസും കൂടി അരച്ച പേസ്റ്റും മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസിന്റെ മേലേട്ട് കുറച്ച് ഗരം മസാല പൊടിയും മല്ലിയിലയും പുതിനയിലയും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ, കിസ്മിസ്, കാഷ്നട്ട്, അത് പിന്നെ കളറ്, അതുപോലെ തന്നെ റോസ് വാട്ടർ, പിന്നെ ആവശ്യത്തിന് ഗീ, അതായത് ഏകദേശം 250 ഗ്രാം ഗീ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സ്മോക്കി ഫ്ലേവർ കിട്ടുന്നതിനാണ് ഞാനിങ്ങനെ ചെയ്തത്. കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ റൈസ് കണ്ടില്ലേ നല്ല വിടർന്ന് കിടക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ യൂട്യൂബിൽ 2-3 കൊല്ലം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഞാനത് ലിങ്ക് ഇട്ട് തരാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.